അത് ഇനി അതൊരു അനധിസാധാരണമായ ഒരു വൈഭവമാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അത് എങ്ങനെ മാനേജ് ചെയ്യുന്നു. ഇപ്പം നമ്മളൊക്കെ ഇത് പോകുമ്പോഴും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും എങ്ങനെയാണ് ഇത്രയും വലിയ പ്രശ്നം, നമുക്ക് ചെറിയ കാര്യങ്ങളൊക്കെ വരുമ്പോഴും അയ്യോ ഇത് എങ്ങനെയെന്നൊക്കെ തോന്നുന്ന സമയങ്ങളുണ്ടാവും. പക്ഷെ ഇത്രയും വലിയ സമയത്ത് അച്ഛൻ ഇതൊക്കെ വളരെ ചിരിച്ചുകൊണ്ട്, വളരെ ഒരു ദേഷ്യവും മുഖത്ത് കാണിക്കാത്ത, എല്ലാവരുടെ അടുത്തും അതിന്റെ രീതിയിൽ കാര്യങ്ങൾ സംസാരിച്ച്. അപ്പൊ അച്ഛന്റെ ഏറ്റവും വലിയ പ്രത്യേകത എല്ലാവരും പറയുന്ന പോലെ തന്നെയുള്ളത്, ആര് വന്ന് പറഞ്ഞാലും കേൾക്കും. ഇപ്പൊ ഞാനിപ്പോ അരുണ് പോയിട്ട് അച്ഛന്റെ അടുത്തൊരു കാര്യം പറയുന്നു, അതേ കാര്യം ഞാൻ പോയി പറയുന്നു, അതേ കാര്യം വേറൊരാൾ പോയി പറയുന്നു. ഇതെല്ലാവരും പറയുന്നത് ആദ്യം കേൾക്കുന്നത് പോലെ കേൾക്കും, അല്ലാതെ ഒരു മുഷിവ് കാണിക്കില്ല. ഈ പറയുന്ന പോലെ പിന്നീട് ഉള്ള ഇവിടുത്തെ നമ്മുടെ സഖാക്കളൊക്കെ പറയുന്നത്, ഒരു വിഷയത്തെ സംബന്ധിച്ചിട്ട് അച്ഛൻ്റെ അടുത്ത് ഫോണിൽ വിളിച്ച് പറയാന്നിരിക്കട്ടെ, ഇത് കൊടി സാബ് ഇങ്ങനൊരു സാധനമുണ്ട്, അത് ഓൾറെഡി അച്ഛൻ വേറൊരാൾ വഴി അറിഞ്ഞിട്ടുണ്ടാവും. അപ്പം അത് അറിഞ്ഞിട്ടുണ്ട്. അപ്പം ഇയാളെടുത്ത് പെരിനടുത്ത് ഇത് ഞാൻ നേരത്തെ അറിഞ്ഞ കാര്യമാണ് എന്ന് പറയേയില്ല. അങ്ങനെയാണോ അതെന്നിട്ട്, കാരണം അവർക്കത് ഫസ്റ്റായിട്ട് അച്ഛനെ അറിയിക്കുന്നു എന്നതിന് വേണ്ടിയിട്ടാണ് അവരത് വിളിക്കുന്നത്. അപ്പോൾ അത് അച്ഛൻ അവരെ ബോധ്യപ്പെടുത്തണം, നിങ്ങൾ അറിയിക്കുന്ന കാര്യം കൃത്യമായിട്ട് എനിക്കത് ആദ്യമായിട്ട് അറിയുന്ന ഒരു കാര്യമാണ്, എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നത്. അപ്പോൾ അവർ എന്ത് വിഷയങ്ങൾ നാട്ടിൽ നടന്നാലും, എന്ത് കാര്യങ്ങൾ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അത് അപ്പം തന്നെ അച്ഛനെ വിളിച്ചറിയിക്കും.